വൈബ് പടച്ച ഇതാണ് വൈബ്. ഇത് നോക്ക്, റോമൊക്കെ സല്യൂട്ട് അടിക്കുന്ന പോലെയാണ്. കൽക്കി ഒന്നൊന്നര സിനിമയാണ്. എനിക്ക് ട്രൂലി എപ്പിക് എന്ന് വേണം പറയാൻ. ഒരു ഹോളിവുഡ് സ്റ്റഫ് കണ്ടിറങ്ങിയ ഫീലാണ്. 600 കോടി വർത്ത് എവറി പെനി. കാരണം ഒരു സീനിൽ പോലും നമുക്ക് ഗ്രാഫിക്സ് ഒരു ഡൗൺ ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു നമ്മളൊരു മാഡ് മാക്സ് അല്ലെ മാവൽ മൂവീസ് ഒക്കെ കാണുന്ന അതേ ഇമ്പാക്ട്, അതേ ഗ്രാഫിക്സ്, അതേ ഫ്രെയിംസ് എല്ലാം വിഷ്വലി ടോപ്പ് നോച്ച് ആണ്. പിന്നെ പെർഫോമൻസ് ലൈക്ക് ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. ക്യാമിയോസ് ഒക്കെ നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. കമൽഹാസൻ, ബിഗ് ബി, പ്രഭാസ്, ദീപിക പദുക്കോൺ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ്. അല്ലാണ്ട് ഒരാളുടെ വൺ മാൻ ഷോ അങ്ങനെയൊന്നും ഇല്ല. ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ്. ട്രൂലി ജസ്റ്റ് എപ്പിക്. അല്ല, എനിക്ക് തോന്നുന്നു ഹിന്ദി ആയിരിക്കും. ഹിന്ദിയിലെ തെലുങ്ക് കണ്ടാൽ കുറച്ചുകൂടി ഫൈൻ കിട്ടും. മലയാളം ഡബിങ് കുഴപ്പമില്ല, ബട്ട് എവിടേക്കോ ഒരു മിസ്സിങ്. ഡയലോഗ് വരുമ്പോൾ ചെറിയ നമുക്കൊരു ക്രിഞ്ച് പോലെ ഫീൽ ചെയ്യും. ഫസ്റ്റ് ഹാഫ് കുറച്ച് ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു, വേൾഡ് ബിൽഡിംഗ് ആയതുകൊണ്ട്. ബട്ട് മൂവി ആസ് ഓൾ നോക്കുവാണെങ്കിൽ ടോപ്പ് നോച്ച് ആണ്. 600 കോടി വർത്ത് എവറി പെനിയാണ്. കാരണം അവർ എടുത്തു വെച്ചാണ്. ഇതൊരു എന്തായാലും സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. സോ കട്ട വെയിറ്റിംഗ് ആണ്. ഹാറ്റ്സ് ഓഫ്. എനിക്ക് 3D എങ്ങനെ തോന്നുന്നില്ല. 3D ഒരു മാരിക് ഇമ്പാക്ട് ഉണ്ടാവുന്നു. ബട്ട് കാണുമ്പോൾ നല്ല ഫോക്കി അറ്റ്മോസ്ഫിയർ കാണാൻ നോക്കാം. ഇമ്പാക്ട് വളരെ യൂസ്ഫുൾ ആണ്. സെക്കൻഡ് പാർട്ട് കൊണ്ടാണ് നടന്നു നിർത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ മികച്ച നടന്മാർ, അതായത് പ്രഗത്ഭരായ എല്ലാ നടന്മാരും ഒറ്റ സ്ക്രീനിൽ വരുന്ന ഹൈലൈറ്റ്. അമിതാഭ് ബച്ചനും കമലഹാസനൊക്കെ ഒറ്റ സ്ക്രീനിൽ കാണുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. പ്രഭാസിന്റെ തിരിച്ചുവരവ്, കാരണം ഉറപ്പായിട്ട് തിരിച്ചുവരവാണ്. സെക്കൻഡ് പാർട്ട് ഉണ്ട്. അതുപോലെ VFX ഗ്രാഫിക്സ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. മലയാളത്തിൽ അന്നാപൻ വരെ ഈ പടത്തിലുണ്ട്. അത് നല്ല റോളാണ് പുള്ളിക്കാരത്തിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് തന്നെ പറയാൻ പറ്റുന്ന പടം തന്നെയാണ് കൽക്കി. കൊള്ളാം. ഫൈറ്റ് സീനുകൾ കൊള്ളാം. പ്രഭാസിനേക്കാളിലും കുറച്ചുകൂടെ എനിക്ക് പടത്തിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന അമിതാഭ് ബച്ചനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അമിതാഭ് ബച്ചന്റെ ഒരു വേറെ ലെവൽ ഐറ്റമാണ്. അത് മഹാഭാരതമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് സ്റ്റോറി വന്നേക്കുന്നത്. അപ്പൊ അതില് ഗ്രാഫിക്സും VFX ഒക്കെ സൂപ്പർബായിട്ടാണ് അത് മേക്ക് ചെയ്തേക്കുന്നത്. മേക്കിംഗ് സ്റ്റൈലാണ് പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് പറയുകയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് ഐറ്റം ആണ്. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് ഐറ്റം എന്ന് എടുത്തു പറയേണ്ടത്. ആ കഥയിലോട്ട് കൊണ്ട് അങ്ങ് ഹെവി ആയിട്ട് നിർത്തിയേക്കുന്നത്. അത് നിർത്തിയേക്കുന്നത് സെക്കൻഡ് പാർട്ടിന്റെ വേറൊരു റേഞ്ച് ലെവലിലോട്ടാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. സോ തിയേറ്റർ എക്സ്പീരിയൻസ് ഐറ്റം ആണ്, മസ്റ്റ് വാച്ച്. നല്ല പടമായിരുന്നു. പ്രഭാസ് വേറെ ലെവലാണ്. പ്രഭാസ് മാത്രമല്ല, ഒരുപാട് മൾട്ടി സ്റ്റാർ പടമാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. മസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. അത് ലാഗായിട്ട് പറയാൻ പറ്റത്തില്ല. അത് ആ കഥ അങ്ങനെ തന്നെ പറഞ്ഞാലേ നമുക്ക് കൺവിൻസ് ആവത്തുള്ളൂ. എത്ര പേർക്ക് പുരാണം അറിയാമോ ഒന്നും നമുക്കറിയത്തില്ല. ഇനി ഇത് വരാൻ പോകുന്ന ഒരു യുഗവും പുരാണവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഈ പടം കാണുന്നത്. നമ്മളെ ബാഹുബലിയൊക്കെ പോലെ ഇപ്രാവശ്യം ഇത് എടുക്കും. ഇനി ഇതിനും അയച്ചു പടം വേറെ വരണം. കാരണം ഞാൻ ഇത് ഇത്രയൊന്നും പ്രതീക്ഷയില്ല. ദുൽഖർ, അമിതാഭ് ബച്ചൻ അവരുടെ പെർഫോമൻസ്, പിന്നെ ബാഹുബലിത്തെ ചുള്ളൻ, ആ ചുള്ളന്റെ ശരിക്ക് എന്താ പറയാ മോനാവേണ്ടിയായിരുന്നു. ഇത് ദുൽഖർ തന്തായത് ആകെ മോശമായി. അവന്റെ മോനായിരുന്നു ദുൽഖർ. അത് അപ്പൊ ഒന്നുകൂടി കിടക്കും. പിന്നെ വില്ലൻ വേറെ ലെവൽ. പക്ഷെ ലാസ്റ്റ് കമൽഹാസന്റെ ഒരു ഇതില്ലേ, ഞാൻ പിന്നീടാണ് മനസ്സിലായത് കമൽഹാസനാണ്. അയ്യോ, ആരൊക്കെ മനസ്സിലായോ? വൈബ് പടച്ച ഇതാണ് വൈബ്. നോക്ക്, റോമൊക്കെ സല്യൂട്ട് അടിക്കുന്ന പോലെയാണ് ലാസ്റ്റ് മൂവില്. ആദ്യം ഒരു പേടിച്ച്, കാരണം ആ പെണ്ണിനെ ഇതായിട്ട് പറയുമ്പോ ആകെ ഞാൻ വിഷമിച്ചു. ആ കുട്ടീനെ ആ തീയിൽ പറയുമ്പോ ആളൊക്കെ വയ്യ. കിടക്കാച്ചിട്ടാൽ വമ്പം കിടക്കാച്ചി. ഞാൻ അടുത്ത പടം ഇങ്ങോട്ട് വൈബാവും. ഇന്റെ ഒരു 2-3 പടം വരാനുണ്ട്. അത് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞല്ലോ. ഇവിടെ വരാൽ ഇത് തല്ലല്ല. ഇത് കണ്ട ആൾക്കാർ പറയും എങ്ങനെയുണ്ടെന്ന്. ഞാൻ തല്ലല്ല, കാരണം വല്ലായ കണ്ട് സത്യം തന്നെ പറയുമല്ലോ. നിങ്ങൾ കണ്ടില്ല റോമ വന്നത്? കസാലൊക്കെ അങ്ങനെ കുളിങ്ങനെ പോലായി. അതിന്റെ ഡെക്കറേഷനും ആ സാധനങ്ങളൊക്കെ ഒന്നും പറയണ്ട. കിടക്കാച്ചി വൈബ് പടച്ച വൈബ്. പിന്നെ പടം അടിപൊളി പടം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പ്രഭാസ് കുറെ നാളിന് ശേഷം ഒരു പടം നമ്മളിപ്പോൾ കാണുന്നതല്ലേ. അപ്പൊ പുള്ളി എപ്പോഴും നമ്മളെ വിസ്മരിക്കുന്ന ഒരു നടനാണ്. അപ്പൊ അത് വെച്ച് പുള്ളി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളി മാത്രമല്ല, അതിനകത്ത് അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും. പിന്നെ നമ്മളെല്ലാവരുടെയും പേര് പറഞ്ഞിട്ട് അത് കളയണ്ട. അതൊരു വിസ്മയം തന്നെയാണ്, കാണേണ്ട ഒരു വിസ്മയം തന്നെയാണ്. സൂപ്പർ പടം.